അല്ല, സ്വാഭാവികമായിക്കൊണ്ടും സ്ത്രീ പുരുഷ സങ്കലത്തെ സംബന്ധിച്ച് ഇസ്ലാമിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് സമൂഹത്തോട് സമുദായത്തോട് പറയേണ്ട ബാധ്യത പണ്ഡിതന്മാർക്കുണ്ട്. പണ്ഡിതന്മാർ അതിന് ഉത്തരവാദിത്തപ്പെട്ടവരാണ്. ആ ഉത്തരവാദിത്തം അവർ നിർവഹിക്കുമ്പോൾ അത് അസഹിഷ്ണുതയോടെ കാണേണ്ട കാര്യമില്ല. ജനാധിപത്യ രാജ്യത്ത് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുള്ളത് മതപ്രബോധനത്തിന് കൂടിയാണ്. അതുകൊണ്ട് ആ മതപ്രബോധനത്തിൻ്റെ ഭാഗമായി ഇത്തരം സമീപനങ്ങൾ പണ്ഡിതന്മാർ സമൂഹത്തോട് പറയുമ്പോൾ അത് അവരെ ഉൾക്കൊള്ളുന്ന സമൂഹത്തിൽ മാത്രമേ ബാധകമാകുന്നുള്ളൂ. അവിടെ പൊതുരംഗത്ത് പ്രത്യക്ഷപ്പെടുമ്പോഴും അതുപോലെ തന്നെ ഇത്തരം വ്യായാമുറകളിൽ ഏർപ്പെടുമ്പോഴും സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സ്ത്രീ പുരുഷ സങ്കലനത്തിലൂടെ മാത്രമേ സാധ്യമാകൂ എന്ന് വിശ്വസിക്കുന്നവർക്ക് അവരുടെ രീതി അവലംബിക്കുന്നതിന് മതപണ്ഡിതന്മാർ ഒരിക്കലും അതിനെ ഘരാവോ ചെയ്യാനോ എതിർക്കാനോ വരുന്നില്ല. മറിച്ച് മതപണ്ഡിതന്മാർ അവരുടെ മതവീതി